ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, ആര്യന് എന്തോ തകരാറുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്നലെ അനുമോള് ചവിട്ടിയെന്ന് പറഞ്ഞ് ആര്യൻ അവിടെ ഭയങ്കരമായിട്ടുള്ള സീൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഇന്നലെ റിപ്പീറ്റ് ചെയ്ത് BB+ കാണുകയുണ്ടായി. അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ വിശദമായി കാണുകയുണ്ടായി. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അനുമോള് ചവിട്ടിയിട്ടില്ല, അത് ഉറപ്പാണ്. ആര്യനെ അനുമോള് ചവിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ സംഗതിയെല്ലാം തുടങ്ങുന്നത് മുമ്പെപ്പോഴോ ആര്യൻ സൈഡിൽ നിന്നപ്പോൾ അനുമോൾ അതിൽ കൂടി നടന്നു പോയി അനുമോളെ കാല് ചെറുതായിട്ട് ആര്യൻ്റെ പുറത്തൊന്ന് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ആര്യൻ അനുമോളെ അടിക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ ഇത് അനുമോൾ ആരുടെയും പറയാതെ അവിടെ പോയി ഇന്ന് കരയുകയായിരുന്നു. പിന്നെ ആദില ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അനുമോൾ അതിൻ്റെ റിവഞ്ച് എടുത്ത് ആര്യനെ മനഃപൂർവ്വം ചവിട്ടിയതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആര്യൻ അവിടെ ശ്രമിക്കുന്നത്. പക്ഷേ എത്ര നോക്കിയിട്ടും ഈ പറയുന്ന എപ്പിസോഡിൽ അനുമോൾ ആര്യനെ ചവിട്ടുന്നൊരു സീൻ കാണുന്നില്ല. അത് മാത്രമല്ല, അനുമോൾ പതുക്കെ ഒതുങ്ങി മാറി നീങ്ങി പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്തിനാണ് ആര്യൻ ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലൊരു ഷോ അവിടെ ഇറക്കിയത് എന്നത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഏറ്റുപിടിക്കാൻ ആര്യൻ്റെ കുറേ വാലാട്ടുകളായിട്ടുള്ള നമ്മുടെ അപ്പാനിയും അക്ബറും ജിസയിലെ കൊണ്ടല്ലോ, റെന ഫാത്തിമയൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ആരോപിച്ച് ഒരു കുട്ടിയെ ഇട്ട് ഇങ്ങനെ ബുള്ളിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അനുമോൾ അവിടെ നേരിടുന്നത് ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ് ആണ്. പണ്ടത് ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ അനുമോളെ നേരിടാൻ വേണ്ടി അനുമോളുടെ ഭാഗത്തൊരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ആദിലയും നൂറയും ശൈത്യയും അതുപോലെ ഷാനവാസും രേണു സുധിയൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ് ഇപ്പോൾ അനുമോൾക്കുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ അനുമോളെ തന്നെയാണ് ഈ ടോർച്ചർ ചെയ്യുന്ന ആ ഗ്യാങ് എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ആര്യൻ. അനുമോൾ ചവിട്ടിയില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ആര്യൻ ചവിട്ടിയെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അവർ ഷോ ഇറക്കുകയാണ് നമ്മൾ ഇന്നലെ കണ്ടത്.